കാടിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥയുടെ ആരംഭം. നിയന്ത്രണം വിട്ട യുദ്ധവിമാനം മരച്ചില്ലകൾ തട്ടിത്തകർന്ന് നിലംപതിച്ചു. സാരമായി പരിക്കേറ്റ വൈമാനികൻ വളരെ കഷ്ടപ്പെട്ട് തകർന്ന ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് ഹിറ്റ്ലറുടെ നാസിപ്പട സോവിയറ്റ് യൂണിയനെ കീഴടക്കാൻ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാലം. 1942 സോവിയറ്റ് യൂണിയന്റെ പ്രതിരോധ വിഭാഗത്തിലെ വ്യോമസേനയിലെ വൈമാനികൻ അലക്സി മെരിസേവ് ആയിരുന്നു അത്. അപകടത്തിൽ തകർന്നു വീണ ആ വിമാനത്തിൽ നിന്നും കഷ്ടപ്പെട്ട് അയാൾ പുറത്തേക്കിറങ്ങി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അധികം ദൂരത്തല്ലാതെ ആളനക്കം കേട്ടപ്പോൾ അയാൾ ശ്രദ്ധാലുവായി. തനിക്കു നേരെ വരുന്നത് ജർമ്മൻ സൈനികനാണെന്ന് കരുതി അലക്സി തൻ്റെ ആയുധത്തിനായി ചുറ്റും തിരഞ്ഞു. അല്പം കഴിഞ്ഞാണ് തനിക്കു നേരെ വരുന്നത് ജർമ്മൻ സൈനികനല്ല, ഭീമാകാരനായ കരടിയായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നത്. ആയുധങ്ങളില്ലാതെ പരിക്കുകളോടെ കരടിയുമായി മല്ലിടാൻ കഴിയില്ലെന്നുറപ്പിച്ച അലക്സി മരിച്ചവനെപ്പോലെ ശ്വാസമടക്കി പിടിച്ചു കിടന്നു. അടുത്തെത്തിയ കരടിയെ കയ്യകലെയുള്ള തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്നു. ശേഷം രക്ഷാമാർഗത്തിനായി തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കഠിനമായ വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിനേറ്റ തീവ്രമായ പരിക്കുകളെപ്പറ്റി അയാൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതിജീവിക്കണമെന്ന വാശിയോടെ അലക്സി നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശക്തമായ വേദനയിലും അയാൾ നടക്കാൻ ശ്രമിച്ചു. കുറച്ചകലെ കണ്ട മെഡിക്കൽ ക്യാമ്പിലേക്ക് അയാൾ നീങ്ങി. ജർമ്മൻ സൈനികരുടെ ആക്രമണത്തിനിരയായ ആ ക്യാമ്പിന് ചുറ്റും ശവശരീരങ്ങൾ വീണ് കിടന്നു. അവിടെ നിന്നും ബാൻഡേജുകളും ഭക്ഷണ ടിന്നുകളും കൈക്കലാക്കി. പരിക്ക് പറ്റിയ കാലുകളിൽ ബാൻഡേജ് വെച്ച് കെട്ടി തൻ്റെ രാജ്യത്തേക്ക് എത്തിച്ചേർന്ന ശ്രമം ആരംഭിച്ചു. പിന്നീടുള്ള ദൂരം മനസ്സിൽ അയാൾ കണക്കുകൂട്ടി. ഈ അവസ്ഥയിലുള്ള യാത്രാ സമയം അളന്ന് തിട്ടപ്പെടുത്തി നിശ്ചിത ദൂരം ഓരോ ദിവസം മറികടക്കണമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. മരക്കുറ്റി മുറിച്ചെടുത്ത് ശരീരഭാരം അതിൽ താങ്ങി ഏന്തി വലിഞ്ഞ് നടക്കാൻ ആരംഭിച്ചു. മഞ്ഞുമൂടിക്കിടന്ന വഴിയിലൂടെയുള്ള കഠിനമായ യാത്ര. അസഹനീയമായ വേദന അയാൾക്ക് അനുഭവിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അയാൾ പുതിയൊരു മാർഗം കണ്ടെത്തി. ബാക്കിയുള്ള ബാൻഡേജുകളൊക്കെ എടുത്ത് കാൽമുട്ടുകളിലും കൈപ്പത്തികളിലും കെട്ടിവെച്ച് മുട്ടുകുത്തി ഇഴയാൻ അയാൾ ശ്രമിച്ചു. അതേ അയാൾക്ക് വഴിയുണ്ടായിരുന്നു, കാരണം കാലുകൾക്ക് വെട്ടിപ്പൊളിയുന്ന വേദനയാണ്. അപ്പോൾ അയാൾ അടുത്ത വഴി എന്ന രീതിയിൽ അങ്ങനെ പോയാൾക്ക് പറ്റൂ. മനസ്സിൽ തട്ടുന്ന രീതിയിൽ തന്നെ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു ഒഴിവാക്കപ്പെട്ട ഗ്രാമം കാണുന്നു. അപ്പോഴാണ് അയാളെ കാര്യം ശ്രദ്ധിച്ചത്. മുകളിലേക്കൂടെ ഒരു ജർമ്മൻ വിമാനത്തിൻ്റെ ശബ്ദം. അവർ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ബോംബ് വീണിട്ട് ഒരു കുഴിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ കുഴിയിലേക്ക് ഇയാൾ ഇറങ്ങി നിന്നു. ശേഷം ശത്രുവിമാനം പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്ക് ശക്തമായ വേദന കാരണം അയാൾക്കത് സാധിക്കുന്നില്ല. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ അവിടുന്ന് കയറുന്നത്. അതൊക്കെ വായിച്ച് നമ്മളെ ഉള്ളിൽ തട്ടും. അങ്ങനെ കഷ്ടപ്പെട്ട ഒരുപാട് അലഞ്ഞും പോയും നടന്നുമൊക്കെ അയാൾ ഒരു ഗ്രാമത്തിലേക്ക് എത്തി. അതിനു മുമ്പ് ഇയാൾക്ക് ഭക്ഷണം വിശന്നിട്ടൊക്കെ പൈൻമരത്തിൻ്റെ ഇലയൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ആ ഗ്രാമത്തിൽ ഉള്ളവർക്ക് അയാൾ ശത്രുവാണെന്ന് തോന്നി. താൻ ശത്രുവല്ലെന്ന് ഗ്രാമവാസികളെ വിശ്വസിപ്പിക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അലക്സി. അവിടുന്ന് അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷയും സഹായങ്ങളും ലഭിക്കുന്നു. പിന്നെ അവിടെയുള്ള കുറച്ച് ദിവസങ്ങളാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ അയാളെ നോക്കുന്ന ഒരു പെൺകുട്ടിയുമൊക്കെ ആയിട്ട് കഥ നല്ല ആസ്വാദനത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് റഷ്യയിലെ മോസ്കോ സൈനിക ആശുപത്രിയിൽ
അലക്സേയ് എത്തുന്നു. 42-ാം വാർഡിൽ അലക്സയെ കൂടാതെ മറ്റ് 4 പേര് കൂടി ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. കൂടെയുള്ളവരെ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ തന്നെ തട്ടും. അവരെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റ് 4 പേരെ പറ്റി പറയാൻ പോവുകയാണ്. കടുത്ത വേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മിസാറും, അപകടത്തിൽ പരിക്കുപറ്റിയ സ്റ്റെഫാൻ ഇവോനോവിച്ചും കക്കൂഷീനും, ശരീരത്തിനും മുഖത്തും ഗുരുതരമായി പൊള്ളലേറ്റ ടാങ്ക് വിഭാഗം ലഫ്റ്റനന്റ് ഗ്രീഷയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. ഇവരെ ചികിത്സിക്കുന്ന നഴ്സും ഡോക്ടേഴ്സും ആയിരുന്നു മറ്റുള്ളവർ. 42-ാം വാർഡിലെ അന്തേവാസികളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. യുദ്ധത്തിൽ ജയമായാലും പരാജയമായാലും നഷ്ടങ്ങളുണ്ടാകുന്നു. അനേകം ജീവൻ പൊലിയുന്നു. പരിക്കുകൾ പറ്റി സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് തളർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ബാക്കിയാവും. അലക്സയുടെ കൂടെയുള്ളവർ അവർക്ക് ലഭിച്ച ബഹുമതികളെപ്പറ്റിയും അപകടങ്ങളെപ്പറ്റിയും അതിജീവനത്തെപ്പറ്റിയും അവരുടെ കുടുംബങ്ങളെപ്പറ്റിയും ജീവിതങ്ങളെപ്പറ്റിയും ഉള്ള എല്ലാ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതാണ് ശേഷം. അലക്സയുടെ കാലുകളിലെ മുറിവ് പഴുത്ത് നീര് വന്നതിനാൽ മുറിച്ച് മാറ്റി വരേണ്ടി വരുമെന്ന് ഡോക്ടർ പറയുന്നു. അയാൾക്കിത് താങ്ങാനാവുമായിരുന്നില്ല. ഇതിനയാൾ ശക്തമായി എതിർക്കുന്നുണ്ട്. പക്ഷേ മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു.